ഹലോ മക്കളെ, വീണ്ടും വീണ്ടും സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഊഞ്ഞാലിൽ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് അല്ലെ. രണ്ട് പ്രായമായ ആളുകൾക്കിടയിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് ഊഞ്ഞാലിൽ എന്ന് പറയുന്ന കവിതയുടെ അടിസ്ഥാനം. ഓക്കെ, ദാമ്പത്യ ജീവിതത്തിലൂടെ അല്ലെ, ദാമ്പത്യ ജീവിതത്തിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്വപ്നമാണെന്ന് പറയല്ലേ. റിയൽ ആയിട്ടുള്ള ദാമ്പത്യ ജീവിതം അങ്ങനെയാണോ എന്നുള്ളത് വൈലോപ്പിള്ളി തന്നെ എഴുതിയ മറ്റൊരു കവിതയുണ്ട്, കണ്ണീർപ്പാടെന്ന് പറയുന്ന കവിത അല്ലെ. അതിന് നല്ല അടിപൊളി വെച്ച് വൈലോപ്പിള്ളി പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ആരും ആഗ്രഹിക്കുന്ന സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു ജീവിതത്തെയാണ് എന്ത് ചെയ്യുന്നത്, അത് ഊഞ്ഞാലിൽ എന്ന് പറയുന്ന കവിതയിലൂടെ അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നത്. ദാമ്പത്യ ജീവിതത്തിന്റെ സ്വാർത്ഥകതയും നിരർത്ഥകതയെയും കുറിച്ച് ഒരുപോലെ പാടിയ കവിയാണ്. ടീച്ചർ പറഞ്ഞില്ലേ, കണ്ണീർപ്പാടം എന്ന് പറയുന്ന കവിതയിലൂടെയും എന്ത് ചെയ്തിരിക്കണു, അദ്ദേഹം ഈ ദാമ്പത്യ ജീവിതത്തിന്റെ എല്ലാ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ കവിയാണ്. ദാമ്പത്യ ജീവിതത്തിന്റെ മനോഹാരിതയും അനുരാഗത്തിന്റെ സൗന്ദര്യം, വിലോചനായി, അപ്പൊ അങ്ങനെയുള്ള ഒരു വൈലോപ്പിള്ളിയാണ് എന്ത് ചെയ്യുന്നത് ഈ കവിതയിൽ നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോ പണ്ട് യൗവനകാലത്ത് അല്ലെ, സുന്ദരൻ ഞാനും സുന്ദരി നീയും, ആ കാലഘട്ടത്തിൽ അല്ലെ, ചേർന്നിരുന്നാൽ തീരുവോ, അങ്ങനെ യൗവനയുക്തരായിരുന്ന കാലത്ത് ജീവിതത്തിൽ ദാമ്പത്യത്തിലേക്ക് കടന്ന സമയത്തുണ്ടായിരുന്ന അതേ ആഹ്ലാദവും സന്തോഷവും പരസ്പര സ്നേഹവും കൗതുകവും ഒക്കെ എപ്പോഴും ഉണ്ട്. വൃദ്ധരായ സമയത്തും വാർദ്ധക്യകാലത്തും എന്ത് ചെയ്യാണ്, ഒരു തിരുവാതിര നാളല്ലേ അവർ ആ കാലത്തെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ അത് റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഈ കവിത എഴുതപ്പെട്ടത് അല്ലെ. അപ്പൊ ജീവിതത്തെ ഓരോ മാത്രയിലും പ്രത്യാശയോടെ സമീപിക്കുവാൻ എന്ത് ചെയ്യുന്നു ഈ കവിത നമ്മളെ എന്താണ് സങ്കല്പിക്കാൻ. അപ്പൊ കുടുംബജീവിത സങ്കല്പത്തെ കുറിച്ച് എഴുതിയ അനുരാഗപൂർവമായിട്ടുള്ള ഒരു കൃതിയാണിത്. അപ്പൊ ഊഞ്ഞാൽ എന്ന് പറയുന്നത് സ്വപ്നത്തിനും യാഥാർത്ഥ്യത്തിനും ഇടയിലുള്ള ഊഞ്ഞാലാണ്. അതായത് പാസ്റ്റിൽ നിന്ന് പ്രസന്റിലേക്ക് അല്ലെ, ഭൂതകാലത്തിലേക്കും പോകണു, വർത്തമാനകാലം, അങ്ങനെയുള്ള ഒരു ഊഞ്ഞാലാട്ടമായിട്ടാണ് കവിതയെ പറയുന്നത്. ഈ ഒരു കവിതയെക്കുറിച്ച് എന്താണ്, കുടുംബജീവിതത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നുണ്ട്. അതേപോലെ എന്താണ്, ഹൃദയത്തിൽ ചേർത്ത് നിർത്തപ്പെട്ട ഒരു ഗാഥ എന്നറിയപ്പെടുന്നു. ഇങ്ങനെ പല വിശേഷണങ്ങളുള്ള ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കൃതിയാണ് കേട്ടോ. അതേപോലെ വൈലോപ്പിള്ളിന്റെ സാംസ്കാരിക ബിംബങ്ങൾ, പ്രകൃതി ബിംബങ്ങൾ, ഇപ്പൊ പി കുഞ്ഞിരാമന്റെയും വൈലോപ്പിള്ളിയുടെയും അതേപോലെ ആരുടെയാണ് ശങ്കരക്കുറുപ്പിന്റെയും കവിതകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രകൃതിയെയും ഗ്രാമജീവിത ധന്യതയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കവിത തന്നെയാണ് നമ്മളുടെ ഈ ഒരു കവിത. ഇപ്പൊ കവിതയിൽ യുദ്ധകാലത്തെ പശ്ചാത്തലം എന്ത് ചെയ്യുന്നുണ്ട്, നിഴൽ വീഴ്ത്തുന്നുണ്ട്. പക്ഷെ ഏത് യുദ്ധത്തെയും അതിജീവിക്കുന്ന ഒരു മാനവികതയെ തകർത്ത് കളയാൻ പറ്റില്ല അല്ലെ. നമ്മൾ കൈ ചേർത്ത് അല്ലെ ഒരു നേരിടുമെന്ന് പറയുന്ന ഒരു മാനവികത ബോധവും എന്ത് ചെയ്യണു കവിതയുടെ വരികളിൽ കാണുന്നു. തിരുവാതിരയുടെ പശ്ചാത്തലത്തിൽ ഊഞ്ഞാലിൽ എന്ന കവിതയുടെ ഭാവഭംഗിക്ക് എന്താണ് ഈ ഒരു കവിത മാറ്റുകൂട്ടുകയാണ്. തിരുവാതിര എന്ന് പറയുന്ന ഒരു ആഘോഷത്തെ ഇതിൽ കൊണ്ടുവരുന്നു. തിരുവാതിര പ്രമേയമായിട്ട് NN കക്കാട് എന്ന് പറയുന്ന കവി സഫലമേ യാത്ര എന്ന് ഏകദേശം ഈ കവിതയോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു കവിതയെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. അതുകൂടെ എവിടെയെങ്കിലുമൊക്കെ essay ഒക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് എഴുതാം കേട്ടോ. ആർദ്രമീ ധനുവാസ വരികളൊക്കെ പഠിച്ചതാണ്, നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിന്റെ ഭദ്രത, പൊരുത്തവും ദൃഢതയൊക്കെ പ്രഖ്യാപിക്കുന്ന കവിതയിൽ ഗ്രാമീണ ജീവിതത്തിന്റെ നന്മകളും, അതും ചോദ്യമാണ്, നഗര ജീവിത വ്യത്യാസങ്ങളെ കുറിച്ചും എന്ത് ചെയ്യാം കവിതയിൽ ചിലപ്പോൾ ഒരു എസ്സേയോ ഷോർട്ട് 6 മാർക്കിന്റെ ഒക്കെ ചോദിച്ചു എന്നിരിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് കവിത അല്ലെ. ഒരു വെച്ചില 100 തേച്ച് നീ തന്നാലുമേ, തിരുവാതിര രാവ് താമ്പൂലപ്രിയല്ലോ അല്ലെ. അപ്പൊ തിരുവാതിരയിൽ താമ്പൂലത്തിനുള്ള വെറ്റിലേക്കുള്ള പ്രത്യേകതയെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. പ്രധാനപ്പെട്ട നമുക്ക് സാധ്യത ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ഈ പാഠഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്നതിലൂടെ നമുക്ക് ഈ പാഠഭാഗത്തെ ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ഒരു ചോദ്യം എന്താണ്, സാധ്യതയുള്ള ഒരു ചോദ്യം, ഊഞ്ഞാലിൽ എന്ന തലക്കെട്ട് എത്രത്തോളം ഉചിതമാണെന്നുള്ളതാണ്. അപ്പോൾ തിരുവാതിരയും തിരുവാതിര രാത്രിയിലുള്ള ഊഞ്ഞാലാട്ടം, കൈകൊട്ടിക്കളി, ഇതൊക്കെ ആഘോഷവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ ആദ്യ കാഴ്ചയിൽ തന്നെ ഈ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രാധാന്യം പറയുന്ന ഒരു കൃതി ആയതുകൊണ്ട് തന്നെ ഊഞ്ഞാൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ബിംബമാണ്. അതേപോലെ ഈ ഊഞ്ഞാൽ, ഓണം അല്ലെ, അതേപോലെ എന്താണ് നമ്മളെ തിരുവാതിര, ഒരു ഗൃഹാതുരത്വമായിട്ടുള്ള ഒരു ചിന്തകളൊക്കെ ഓർമ്മകളിലേക്ക് പോകുന്നതാണല്ലോ. പിന്നെ ടീച്ചർ ആദ്യം പറഞ്ഞ പോലെ ഭൂതകാലവും വർത്തമാനവും എന്താണ്, ഒരു കയറിലെ ഇഴകൾ എന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും നമ്മൾ കാണാം അല്ലെ. വർത്തമാനകാലത്ത് നിന്ന് ഭൂതകാലത്തിലേക്ക്, ഭൂതകാലത്ത് നിന്ന് അപ്പൊ ഓർമ്മകളിൽ നിന്ന് പ്രസന്റിലേക്ക് സഞ്ചരിക്കുന്ന ഒരു ഊഞ്ഞാലാട്ടമാണ് ഈ കവിത എന്ന് പറയാം. അങ്ങനെ നോക്കുമ്പോഴും ഈ കവിതയ്ക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്നതുണ്ട്. അതേപോലെ കവിതയിൽ അവതരിപ്പിക്കുന്ന ജീവിതവും സുഖദുഃഖങ്ങൾക്കിടയിലെ ഊഞ്ഞാലാട്ടമാണെന്ന് പറയാം. ഓക്കെ, ദെൻ എന്താണ് അടുത്തത്, സുഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്നും സുഖത്തിലേക്കുമുള്ള നിലയ്ക്കാത്ത ഊഞ്ഞാലാട്ടം അല്ലെ. അതുകൊണ്ടൊക്കെ തന്നെ എന്താണ് ഈ കവിതയ്ക്ക് ഊഞ്ഞാലിൽ എന്ന് പറയുന്ന ശീർഷകം വളരെയധികം പ്രാധാന്യമുള്ളതാണ് എന്ന് പറയാം. ഇനി കൊലക്കൊടുക്കാവുന്ന കയറിനെ ഊഞ്ഞാലാക്കി തീർക്കാൻ കഴിയും എന്ന 1/2 നൂറ്റാണ്ട് മുമ്പത്തെ ദർശനം പുതിയ കാലത്തും പ്രസക്തമാണോ എന്നുള്ളൊരു ചോദ്യമാണ് അല്ലെ. അപ്പോൾ നമുക്കറിയാം യുദ്ധത്തെക്കുറിച്ചൊക്കെ കവിതയിൽ പറയുന്നുണ്ട്. നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞാലും പ്രചോദനാത്മകവും പ്രസാദാത്മകവുമായിട്ടുള്ള രീതിയിലാണ്
എന്താണ് അല്ലെ അല്ലെങ്കിൽ ഈ ദർശനത്തിന് അത്രയും പ്രസക്തി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. സംഹാരത്തിന് ഉതകുന്ന വസ്തുതകളെ എങ്ങനെ സൃഷ്ടിക്കുള്ള ഉപകരണമാക്കാമെന്ന സർഗാത്മക ചിന്തയാണ് ഇതിൽ കാണുന്നത്. ഇത്തരത്തിൽ നന്മയുള്ള ചിന്തകൾ എല്ലാ കാലഘട്ടത്തിനും ആവശ്യമാണെന്ന് പറയുന്നു. ആ സർഗാത്മക ചിന്ത ഉള്ളത് കൊണ്ടാണല്ലോ അല്ലെ മനുഷ്യരാശിയെ മുഴുവൻ നശിപ്പിക്കാവുന്ന അണുബോംബ് ഉണ്ടാക്കാൻ കഴിയുന്ന അതേ ആണവ ശക്തിയിൽ നിന്ന് ലോകത്തിന് മുഴുവൻ വെളിച്ചം പകരുന്ന വൈദ്യുതി നമ്മൾ കണ്ടു. അപ്പോൾ എല്ലാത്തിനും എന്താണ് നെഗറ്റീവ് ഉള്ളിടത്തിൽ പോസിറ്റീവ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മൾ പ്രളയം വന്ന സമയത്ത് നമ്മൾ കണ്ടു ആ മാനവികതാബോധം എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് എവിടെ ജാതിയില്ല മതമില്ല എല്ലാവരും ഒന്നിച്ചതിനെ അതിജീവിച്ച് നമ്മൾ കണ്ടു. അപ്പൊ ദുരന്തങ്ങളെ അതിജീവിച്ച് മുന്നേറുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ മഹത്വം വാഴ്ത്തിയ മനുഷ്യന്റെ ആ ഒരു മഹത്വത്തെ വാഴ്ത്തി എല്ലാ കൃതികളിലൂടെ വാഴ്ത്തിയിട്ടുള്ള ഒരു കവി കൂടിയാണ് വൈലോപ്പിള്ളി എന്ന് നമുക്ക് ഓർക്കാം. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കൂ. ഗ്രാമീണ ജീവിതത്തിന്റെ നന്മകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കവിയാണ് വൈലോപ്പിള്ളി. ഊഞ്ഞാലിൽ എന്ന കവിതയെ ആസ്പദമാക്കി ഈ പ്രസ്താവനയുടെ സാധുത പരിശോധിക്കുക. ഓണമുറ്റത്ത് എന്ന് പറയുന്ന കവിത പഠിച്ചവരാണ് നിങ്ങൾ. ഏത് ദൂസര സങ്കല്പത്തിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും എന്ത് ചെയ്യണം, നമ്മളുടെ ഉള്ളിൽ ഗ്രാമത്തിന്റെ വിശുദ്ധി മണവും മമതയിൽ കൊന്നുപൂവും സൂക്ഷിക്കണം എന്ന് പാടിയ കവിതയാണ്. എല്ലാ കാലത്തും സാംസ്കാരിക ബോധങ്ങൾ ഗ്രാമീണ പൈതൃകങ്ങൾ സൂക്ഷിച്ച കവിയാണ്, കവിതകളിലായാലും ജീവിതത്തിലാണെങ്കിലും. അപ്പൊ ഈ കവിതയിലും മകളെ കുറിച്ച് പറയുന്ന സിറ്റുവേഷനിലൊക്കെ മകൾക്ക് എന്താണ് നഷ്ടപ്പെടുന്നതൊക്കെ അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. കാരണം ഗ്രാമീണ ജീവിതത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് വരികളിൽ കവി സൂചിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ ഗ്രാമീണതയിലാണ് ജീവിതത്തിന്റെ വേരുറപ്പുള്ളതെന്ന് പാടിയ കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. എവിടെ ജീവിച്ചാലും ഗ്രാമത്തിന്റെ മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും എന്നും അദ്ദേഹം എന്ത് ചെയ്തിരിക്കണം, മനസ്സിൽ സൂക്ഷിച്ചിരിക്കണം എന്ന് പറഞ്ഞ കവിയാണല്ലേ. ആ വരികൾ ഓർത്ത് വെക്കുക. അപ്പൊ ഊഞ്ഞാലിൽ എന്ന് പറയുന്ന കവിതയിലും ഗ്രാമജീവിതത്തിന്റെ ഈ പ്രസാദാത്മകത അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നുണ്ട്. കവിതയുടെ ഒരു പുതുതലമുറ എന്താണ്, ദൂരെ മഹാനഗരത്തിലാണ്, ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ് മകളൊക്കെ ഇരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഊഞ്ഞാലാടുന്ന അല്ലെ അമ്പിളി വെട്ടം അല്ലെങ്കിൽ നിറഞ്ഞൊഴുകുന്ന നൃത്തമണ്ഡപമായിട്ടുള്ള ഗ്രാമമാണ് അല്ലെ ഏറ്റവും നല്ലത്. ഗ്രാമീണതയുടെ സൗന്ദര്യം ഏത് സിറ്റിയിലും നമുക്ക് കിട്ടില്ല എന്ന് പറയുന്ന ആ ഒരു സൂചന എന്ത് ചെയ്തിരിക്കുന്നു, കവി വരികൾ തന്നിരിക്കുന്നു. അപ്പൊ അത് എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. കാലം പോകെ കൂടുതൽ ദൃഢവും ആഹ്ലാദപ്രദവുമായി തീർന്ന ദാമ്പത്യ ബന്ധത്തിന്റെ ഹൃദ്യമായ ആവിഷ്കാരമാണ് ഊഞ്ഞാലിൽ. ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? തീർച്ചയായും. കാരണം രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സന്ദർഭങ്ങളിൽ ജീവിച്ചിട്ടുള്ള കവിയും ഭാര്യയുമാണ്. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമുള്ള ആളുകളാണ്. കഥാസന്ദർഭത്തിലും അങ്ങനെയാണ്, കവിതയിലും അങ്ങനെ തന്നെ. പക്ഷെ എന്ത് ചെയ്യണു, പോകെ വർഷങ്ങൾ 30 വർഷത്തിന് ശേഷമുള്ള ആ തിരുവാതിര നാളിൽ ഇരുന്നിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാളുടെ മൗനം പോലും മറ്റൊരാൾക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം അത്രയും അവർ ഇടപഴകി കഴിഞ്ഞു, ആ ഒരു ആത്മബന്ധം അവർക്കിടയിൽ വന്നു കഴിഞ്ഞു അല്ലെ. ഇങ്ങനെ കാൽപ്പനികതയുടെ നിലാവിൽ കിനാവ് കാണുകയും ജീവിത യാഥാർത്ഥ്യങ്ങളെ സത്യസന്ധമായിട്ട് ആവിഷ്കരിക്കുകയും ചെയ്ത കവിയാണ് വൈലോപ്പിള്ളി അല്ലെ. അപ്പൊ പ്രണയത്തെക്കുറിച്ചും ദാമ്പത്യത്തെക്കുറിച്ചുമുള്ള കവിയുടെ സ്വപ്നങ്ങളാണ്, റിയാലിറ്റി അല്ല, സ്വപ്നങ്ങളാണ് ഊഞ്ഞാലിൽ എന്ന് പറയുന്ന കവിത അല്ലെ. കവിയുടെ യൗവന തീക്ഷ്ണമായ പ്രായത്തിൽ അല്ലെ തോന്നിയ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അത്രയും ദൃഢമായിട്ടുള്ള ഒരു ആത്മബന്ധം ആരോട് തോന്നണേ, നിന്റെ പുഞ്ചിരിക്ക് അതേ, നിന്റെ മന്ദസ്മിതത്തിന് അതേ അഴകാണെന്ന് കവി പറയുന്നുണ്ട് കവിത അല്ലെ. അതായത് ഭാര്യയുടെ സൗന്ദര്യത്തിനൊന്നും ക്ഷീണിച്ചിട്ടുണ്ടാവും, പ്രായമായിട്ടുണ്ടാവും, പക്ഷെ നീ ഇന്നും അതുപോലെ തന്നെ ഇരിക്കുന്നതാണ് പറയുന്നത്. അത്ര സ്നേഹമാണ് അല്ലെ. പ്രണയത്തെയും ഭാവന ചെയ്തിരിക്കുന്ന കവിതയാണിത് നമുക്ക് പറയാം. കാലം കഴിയുമ്പോൾ ദാമ്പത്യ ബന്ധങ്ങൾ ചിലപ്പോഴെങ്കിലും വിരസമായി തീരും അല്ലെ, ജീവിതം സംഘർഷഭരിതമാവുകയും ചെയ്യാറുണ്ട്. എന്നാൽ കാലം പോകെ കൂടുതൽ ദൃഢവും ആഹ്ലാദപ്രദവുമായി തീരുന്ന ദാമ്പത്യ ബന്ധത്തെയാണ് ഊഞ്ഞാലിൽ എന്ന കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. കവിത മനസ്സിലായല്ലോ. കവിത വിശദമായിട്ട് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് കവിതയിൽ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെക്കുക, കവിത വായിക്കണം കേട്ടോ. അപ്പോൾ അടിപൊളിയായിച്ചിരിക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി ഏതെങ്കിലും പാഠം വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടിപൊളിയായി സൂപ്പറായിട്ടിരിക്കുക. ബൈ.